ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആണ്. രാവിലെ നല്ല കിടിലം മഴ സൗണ്ട് കേട്ട് എണ്ണിച്ച ഉടനെ ബെഡൊക്കെ അടിക്കുക. ഡിസിപ്ലിൻ ഗൈസ്, വേറെ രക്ഷയില്ല. നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ന്യൂസ് മുഖ്യമ്പിക്കില്ലേ, അല്ലെങ്കിൽ കാര്യം തോന്നാവത്തില്ല. അല്ലെങ്കിൽ നേരെ ഡ്രസ്സൊക്കെ മാറി നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് സെറ്റായി ഇറങ്ങിയപ്പോഴത്തേക്ക് മഴ അതേപോലെ തന്നെ, ഒരു മാറ്റമില്ല. എന്നാൽ പിന്നെ കാറിൽ പോകുന്ന വെച്ചു. പിന്നെ റെക്കോർഡിംഗ് കൂടെ ആണല്ലോ. യൂഷ്വലി ഞാൻ ബൈക്കിലാണ് പോകാറ്. തൊട്ടടുത്ത് തന്നെയാണ് ഓഫീസ്, കുറച്ച് ലാഭിക്കാൻ വേണ്ടി. യൂഷ്വലി ഓഫീസ് 9:30 to 6:30 ആണ്. 9:30 ആകുമ്പോഴത്തേക്കും ഓൺ ടൈം എത്തുന്ന എംപ്ലോയി ഞാൻ മാത്രമേ ഉള്ളൂ. ഇതൊന്നും ഓഫീസിൽ വേറെ ആരും കാണുന്നില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. എത്തിക്കഴിഞ്ഞാൽ മെയിനായിട്ട് നോക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ഫയൽസ് ചെക്ക് ചെയ്യുക, മെയിൽസ് എല്ലാം ഉണ്ടോ ചെക്ക് ചെയ്യുക. ഇതാണ് എൻ്റെ ഓഫീസ് ഗൈസ്. പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി നോക്കിയിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഉണ്ണിക്ക് ഇച്ചിരി ക്ഷീണമാവും. അങ്ങനെ ഫസ്റ്റ് ചായ എല്ലാം കുടിച്ച് ഒന്ന് ഫ്രഷൊക്കെ ആയി 1-2 മെയിൽസും കാര്യങ്ങളൊക്കെ ഒന്നും അയച്ചിട്ട് പിന്നെ ഗൈസ് നേരെ സ്ട്രേറ്റ് ക്ലൈൻറ്റ് മീറ്റിങ്സിനിടയ്ക്കാണെങ്കിൽ പോലും നമ്മൾ ബൂസ്റ്റും നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി മറക്കരുത് ഗൈസ്. അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് എത്തി ബാക്കി അയക്കാനുള്ള മെയിൽസും പ്രപ്പോസൽസും കാര്യങ്ങളൊക്കെ ചെയ്യുക, സെറ്റാക്കുക, കാറാണ് ഡ്രിഫ്റ്റ് ചെയ്യുക, എന്നിട്ട് നേരെ ലോഗൗട്ട് ചെയ്യുക, ഇറങ്ങുക, വണ്ടി എടുക്കുക, നേരെ അങ്ങോട്ട് പെട്ടച്ച് ട്രാഫിക്കിനിടയിൽ കൂടെ അങ്ങോട്ട് വിടുക. വരുന്ന വഴി 25 നാരങ്ങ 5 വെറ്റിലയും കൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ. അതൊക്കെ സെറ്റാക്കിയിട്ട് നേരെ വിടത്തി ഡ്രസ്സ് മാറി പ്രീ വർക്കൗട്ടൊക്കെ എടുത്ത് കുറച്ച് ജിം മോട്ടിവേഷനൊക്കെ കണ്ട് പവറായിട്ട് നേരെ അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ജിമ്മിൻ്റെ പടിയാണതുകൊണ്ട് ട്രെയിനർ ചോദിച്ചു ന്യൂ ജോയിൻ ആണോ അല്ല എന്ന് പറഞ്ഞ് കൺവിൻസൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ലൈറ്റായിട്ടുള്ള വർക്കൗട്ടൊക്കെ മതി. എങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ചെസ്റ്റിനും ബാക്കിനും ബൈസിനൊക്കെ അടിച്ചില്ലെങ്കിൽ ഒരു പവറില്ല. അപ്പം ബോധം കെടാതെ ഇതൊക്കെ അടിച്ച് തീർക്കാൻ പറ്റില്ല, സന്തോഷം. അങ്ങനെ ലൈറ്റ് വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ട്രെഡ്മില്ലിൽ കയറി ആറ്റിറ്റ്യൂഡ് വാരി എറിഞ്ഞ് ഒന്ന് ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് കാറ്റെല്ലാം കൊണ്ട് അറ്റാക്കൊന്നും വരത്തില്ല എന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് നമ്മൾ ജിമ്മിൽ നിന്ന് വിട പറഞ്ഞു. വാഴക്കാല ചെമ്പുമുക്ക് സൈഡ് ആയാലും ജിം ജോയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ കയറിക്കോ. പ്രോ ജിം വാഴക്കാല. കൈസിതാണ് ട്രെയിനർ, അവനെ ജീവനോട് കൊല്ലാറാണ് പതിവ്. അങ്ങനെ ജിമ്മിൽ നിന്ന് ഇറങ്ങി നേരെ വീടെത്തി പോസ്റ്റ് വർക്കൗട്ട് സാധനങ്ങളൊക്കെ അടിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം TV എല്ലാം കണ്ട് നേരെ ഗുഡ് നൈറ്റ്.